വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ ദുബായിലെ ഗ്ലോബൽ വില്ലേജിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്. ടിക്കറ്റിന് എടുക്കാനൊക്കെ കുറേ സമയം ലൈനിൽ നിന്നു. ഇതിലുള്ള എല്ലാം പല രാജ്യങ്ങളും ഓരോ രാജ്യങ്ങളാണ് ഇവിടുത്തെ ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ. നമ്മളെ ഇതൊന്ന് കണ്ടോ നിങ്ങൾ? കണ്ടാ മോളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ കണ്ട ഇതെല്ലാം കണ്ടോ നിങ്ങൾ? ജനങ്ങളൊക്കെ ഉണ്ടാവും, ഭയങ്കര തിരക്കാണ്. തുർക്കി എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഇത് ഗ്ലോബൽ വില്ലേജിൽ ആയിട്ടൊരു ഇത്, പിന്നെ ചൈന, അങ്ങനെ പലതുണ്ട്. ഇതിൽ വടമാറില്ലേ, വടമാറ് ഇതാണ് ഇതെല്ലാം. അപ്പം നമ്മൾ അങ്ങനെ ഓരോ രാജ്യത്തെ വടമാറായത് കാവൽ നിൽക്കൂലേ. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ ഇവരിങ്ങനെ കാവൽ നിൽക്കുന്നത്. പാകിസ്ഥാൻ, ഇത് പാകിസ്ഥാൻ, പിന്നെ അഫ്ഗാനിസ്ഥാൻ, പിന്നെ ലണ്ടൻ, ഇതാ എൻ്റെ കുഞ്ഞുമോള് ഇതിൽ ഇരുന്നിട്ട് പാർക്ക്, കുട്ടികൾക്കെല്ലാം കളിക്കാനുള്ള നല്ലൊരു പാർക്കിങ് കാരണം എല്ലാവരും ഇരുന്നിട്ട് നല്ല എൻജോയ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ് ഇത്. പിന്നെ ഇതാ മോള് കളിക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് ഇതാ കുട്ടികളെല്ലാം ഇതാ ഇങ്ങനെ പോകുന്നു. അതാണ് ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു സംഭവമാണ് നമ്മളെ ദുബായിലുള്ളത്. ഭയങ്കരമാണ്. ഇവിടെ എപ്പോഴും ആൾക്കാർ തന്നെയാണ്, എല്ലാ സമയത്തും ഉണ്ടാവില്ല. ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നല്ല തണുപ്പ് സമയത്താണ് ഉണ്ടാവുക. ഇത് കാണണം, എൻജോയ് ചെയ്യണം എന്നുള്ളവർ ആ മാസം വരണം. അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അങ്ങനെ ആകുമ്പോൾ ഇതെല്ലാം നമുക്ക് കാണാം. അല്ലാതെ ഏതെങ്കിലും സമയം വന്നാലൊന്നും ഇത് കാണാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സമയം വന്നാലേ ഇത് കാണാൻ പറ്റും. അപ്പം തന്നെ കൊറിയ രാജ്യം കണ്ട, കൊറിയ രാജ്യം, പിന്നെ യൂറോപ്പ് ഉണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മൾ ഒന്ന് കയറി ഇറങ്ങും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾക്ക് നടക്കാൻ പറ്റില്ല, വണ്ടിയുണ്ട്, വണ്ടിയിൽ പോവാ. നടക്കാൻ പറ്റാണ്ടിരിക്കുമ്പോൾ വണ്ടിയിൽ പോവാ. കുറേ നടക്കാനുണ്ട്, കുറേ റൗണ്ട് ചെയ്യാനുണ്ട്. അപ്പം എല്ലാവർക്കും നടക്കാൻ പറ്റൂലല്ലോ. അപ്പം അതിന് വണ്ടിയുണ്ട്. അത് കുറേ വണ്ടിയുണ്ട്. അതിൽ ഒരു 5 or 6 ആളെല്ലാം ആയിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് എല്ലാം കാണിക്കും. രാജ്യത്തിന് കൾച്ചർ, അതായത് ഓരോ രാജ്യത്തിൻ്റെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ, അവരെ ഫുഡ്, പിന്നെ അവർ യൂസ് ചെയ്യുന്ന മാല, വള, ബാഗുകൾ, ഡ്രസ്സുകൾ, അതെല്ലാം ഇവിടുത്തെ ഏറ്റവും ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞതിനുള്ള ഒരു പ്രത്യേകത. അപ്പോൾ ഇതിപ്പം ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നില്ല, അത് ഓരോരോ രാജ്യത്തിൻ്റെതാണ്. അപ്പോൾ ഇനി അടുത്ത രാജ്യത്തിലേക്ക് നമുക്ക് പോകാം. മൈഗ്രെയിൻ്റെ മരുന്ന് കണ്ട, ഇത് കണ്ട, നല്ല മൈഗ്രെയിൻ്റെ മരുന്നാണ്. മൈഗ്രെയിൻ ഉള്ളവർക്ക് ഈ മരുന്ന് ഉപയോഗിച്ചാൽ മൈഗ്രെയിൻ പോകുന്നതാണ് പറയുന്നത്. പൂ കണ്ട ചന്തമേകുന്നു കണ്ട. അപ്പൊ ആ ഒരു ഈ ചെണ്ടുമല്ലിക കാണുമ്പോൾ നമുക്ക് ആ ഒരു പാട്ടിനോടുള്ള ഒരു ഇഷ്ടം വരുന്നത് കണ്ട. എന്ത് രസാ ചെണ്ടുമല്ലിക. നമുക്ക് നാട്ടിലെല്ലാം ഇങ്ങനെ ഉണ്ടാവുക ചെണ്ടുമല്ലിക. അപ്പൊ അത് കാണുമ്പോൾ ആ മനസ്സിന്റെ ഒരു സുഖം, ആ ഒരു പാട്ട് നമുക്ക് ഇങ്ങനെ വരും. ഇതെല്ലാം കണ്ട എന്ത് ഭംഗിയാ കാണാൻ. ഗ്ലോബൽ വില്ലേജിൽ വന്നാൽ ഇതെല്ലാം നമുക്ക് കാണാം. നാട്ടിലെ ഫ്ലവർ ഷോന് ഇതേപോലെ വെക്കും. ഫ്ലവർ ഷോന് കാണും നമ്മൾ. ഇതൊന്നും ഫ്ലവർ ഷോ അല്ല, ഇതെല്ലാം എപ്പോഴും ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. അവർ ഒരാഴ്ച ഒരു പൂവാണെങ്കിൽ പിറ്റേത്തെ ആഴ്ച വേറൊരു പൂവായിരിക്കും ഇവിടെ ഉണ്ടാവുക. അങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുക. അത് ഒരാഴ്ച കഴിയുമ്പോൾ അവരത് എടുക്കലും മാറ്റലും വെക്കലും എല്ലാം എത്ര നിമിഷം കൊണ്ടെല്ലാം ചെയ്യും. അതാണ് നമുക്ക് നാട്ടിൽ നിന്ന് ഈ ഫ്ലവർ ഷോന് മാത്രമേ നമ്മൾ ഇങ്ങനത്തെയൊക്കെ കാണും. അല്ലാണ്ട് ഇതേപോലെ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇതെല്ലാം എടുത്തിട്ട് നാട്ടിൽ കൊണ്ടുപോകാൻ തോന്നി. ഈ ഫ്ലവറെല്ലാം കാണുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇതൊന്നും അവർ നശിപ്പിക്കൂല. കടലാസ് പൂ, ഇത് നല്ല നമ്മൾ നാട്ടിലെല്ലാം ഇതിനൊരു കോളാമ്പി പൂ എന്നെല്ലാം പേര് പറയുന്നത്. പക്ഷേ ഇവിടെയെല്ലാം നല്ല, പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥയിൽ ഇത് ഈ ഒരു തണുപ്പ് സമയത്താണ് ഇങ്ങനെ നന്നായിട്ട് ഇതുണ്ടാവുക. തണുപ്പ് സമയത്ത് നല്ല പൂക്കളായിരിക്കും.
ഉണ്ടാവുക. അങ്ങനെ നമ്മൾ പൂക്കളെല്ലാം കണ്ട് ഇന്ത്യയിലേക്ക് പോകുന്നു. ഓസ്ട്രേലിയയിലും പോയി വന്നു. നമ്മൾ പൂവിനെ കൊണ്ടിങ്ങനെ ഇതാക്കിയിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. കണ്ടാ നല്ല ഇങ്ങനെ ലവ് ചിന്നാക്കിയിട്ടുള്ള പൂവിനെ കൊണ്ട് പിന്നെ ഇറാൻ കണ്ട ഇറാനാണ് സ്ഥലം. ഇത് ഇറാൻ കണ്ടോ. അവസാനം നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മളെ ഇന്ത്യയിൽ തന്നെ എത്തിപ്പെട്ട്. അത് കണ്ട ഇന്ത്യ കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മളെ ഇന്ത്യയിൽ തന്നെ എത്തി.